ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെനസ്ഡേ റുട്ടീനാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് വീടൊക്കെ ഒതുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ വീട് ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നപ്പോഴത്തേനും സോഫയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടേക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു റൂമിലുള്ള കട്ടിൽ നമ്മൾ കൊടുത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും വലിച്ചു വാരി ഇട്ടേക്കുവാണ്. തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാനായിട്ട് മടിയുമാണ് ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കുളിച്ച് റെഡിയായതിന് ശേഷം ഒന്ന് വീടൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലാണ്. 7 മണിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. 7 മണി ആയപ്പോൾ തന്നെ എന്തുമാത്രം വെയിലാണെന്ന് നോക്കി. നമ്മളിപ്പോൾ ചൂടായിട്ട് പോലും ഒന്ന് കുളിച്ചിട്ട് ഒന്ന് കയറി വരുമ്പോഴത്തേനും വീണ്ടും പഴയതുപോലെ തന്നെ അഴുക്കാവുക, അതുപോലെ തന്നെ തല വിയർത്തിട്ട് ഭയങ്കരമായിട്ട് ചൂടിളകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ സിയിലും ഫാനിലും ഒന്നും നിൽക്കുന്നില്ല, ചൂട് അത്രയ്ക്കും ചൂടാണ്. പിന്നെ നമുക്ക് എപ്പോഴും എ സി ഇടാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്തിട്ട് പിന്നീട് പോയിട്ട് റൂമിലേക്ക് അങ്ങിരിക്കും. അപ്പോൾ അവിടെ എ സി ഇട്ട് കുറച്ച് നേരം ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് നമ്മൾ എ സി കൊള്ളാനും പറ്റത്തില്ല, ആമിക്കൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒതുക്കുന്നതിനിടയിൽ കണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ആമിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബീച്ചിൽ പോയപ്പോഴത്തേനും അനിയൻ്റെ വൈഫ് മേടിച്ചു കൊടുത്താണ്. അപ്പോൾ അവരും ഒരെണ്ണം എടുത്തു. ഈ ഒരു ലൈറ്റ് അവൾക്കും ഒരെണ്ണം മേടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ കബോർഡ് വർക്ക് ചെയ്യാനുള്ള കാറ്റലോഗ്സാണ് ഇതൊക്കെ. അപ്പോൾ അത് അയാൾ തിരികെ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ തന്നിട്ട് പോയി ഏത് പാറ്റേൺ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്തിടെയായിട്ട് സ്കിൻ ഡോക്ടറിനെ കാണിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ പിമ്പിൾസൊക്കെ വന്നിട്ട് അതിൻ്റെ പാട് ഒരുപാടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ഡോക്ടർ തന്നെ തന്നിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത്. രാവിലെയും നൈറ്റും ഇടണം. പിന്നെ പിമ്പിൾസിൻ്റെ മാർക്സ് പോകാനുള്ള ഒരു ക്രീമും കൂടി ഡോക്ടർ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു. പിന്നെ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാനിങ്ങനെ ഇതുപോലെ മൺചട്ടി മേടിക്കാനായിട്ട് പോയിരുന്നപ്പോൾ അന്നേരം മേടിച്ച മൺചട്ടിയാണിത്. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലേക്ക് തലേ ദിവസം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സീസൺ ചെയ്തെടുക്കണം. പിന്നെ അതിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് അതത് സ്ഥാനത്ത് വെച്ചു. അടുപ്പൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. തലേ ദിവസം രാത്രി ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടല്ല കിടക്കുന്നത്. കാരണം ചൂട് കാരണം നമ്മുടെ കിച്ചണിൽ നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ രാവിലെ വന്നിട്ടാണ് ഞാൻ മാക്സിമം ക്ലീൻ ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ എന്തായാലും അമ്മയ്ക്ക് വെക്കേഷൻ ആയല്ലോ, ഇപ്പോൾ സ്കൂളിൽ പോകണ്ട. ഹസ്ബൻഡും ഇപ്പോൾ ഓഫീസിൽ പോകുന്നില്ല, നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നത് രാവിലത്തേക്കാക്കി. പിന്നെ അച്ചാറുകളൊക്കെ കേടായി പോയിട്ടുണ്ട്, ചൂടിലിരുന്നിട്ട് പൂത്ത് പോയതാണ്. അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ കട്ടനും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ കട്ടനും കൂടി ഇടും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇഡ്ഡലിക്കും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലെണ്ണ തടവി കൊടുത്തിട്ടാണ് മാവ് ഒഴിക്കുന്നത്. കുറച്ച് മാവേ ഉള്ളൂ, ഒരു 6 ഇഡ്ഡലിക്ക് വേണ്ടിയിരുന്ന മാവേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ ഇഡ്ഡലി തട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് 3 പേർക്ക് കഴിക്കാനായിട്ട് അത്രയൊക്കെ മതി. ആമിക്ക് 1 മതി. ഞങ്ങൾ 2 പേരും 2 എണ്ണം വെച്ചൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ കൈയോടെ തന്നെ ഞാൻ കട്ടനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ ഞാൻ കട്ടൻ കുടിക്കാറില്ല. അപ്പോൾ ആമിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കട്ടൻ ഇടുന്നത്. ബ്രൗൺ ഷുഗർ ചേർത്തിട്ടാണ് കട്ടൻ ഉണ്ടാക്കുന്നത്. വൈറ്റ് ഷുഗർ ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കൊരു കട്ടൻ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനും കൂടി ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി ഹാളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതുകൊണ്ട് ചൂടോട് കൂടി കുടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നന്നായിട്ട് തണുത്തതിന് ശേഷം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹാളിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത സമയമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കുടിക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഹാളൊക്കെ ഒന്ന് വൃത്തിയേടായിട്ട് കിടക്കുവാണ്. എല്ലാം ഒന്ന് അടുക്കി പറക്കി ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടിച്ച് വാരി എടുക്കാമെന്ന് വിചാരിച്ചു. ആകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. അതുപോലെ തന്നെ മാറാലേക്ക് അടിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഇനി വഴിയേ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, കബോർഡ് വർക്ക് ചെയ്യുന്നതിനുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേനും ആൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ എത്ര നമ്മൾ ഒതുക്കിയാലും വൃത്തിയായിട്ട് കിടക്കത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ടനൊക്കെ ഒന്ന് കുടിച്ചു.
ഇന്ന് എന്തായാലും വെനസ്ഡേ ആണല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് ഞാനിന്ന് കോലം കൂടി വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഈ ഒരു വെയിലെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത വെയിലാണ്, അത്രയ്ക്കും ചൂടാണ്, വിയർത്ത് ഒഴുകുന്ന സമയമാണിത്. എന്നാലും ഒന്ന് കോലം വരയ്ക്കാനായിട്ട് ചില ദിവസങ്ങളിൽ എനിക്കിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും കോലം വരയ്ക്കാനായിട്ട് തോന്നും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഞാനിത് വരച്ചിടും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കോലം എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ. പിന്നെ ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഉണക്ക ചെമ്മീൻ കറിയാണ്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ തുണികൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ തക്കാളി ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് പുറത്ത് വെച്ചിരുന്നതാണ്. എല്ലാം അഴുകി പോയിക്കുകയാണ്, കുറേ അഴുകിപ്പോയി. 1 കിലോയിൽ കൂടുതലുണ്ടായിരുന്ന തക്കാളിയാണ്, പകുതി കൂടുതൽ നശിച്ചു പോയി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നത് കേടാവത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുമാത്രം ചൂടാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ അഴുകി പോവുകയാണ് ചെയ്തത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു മത്തനും കൂടി ഉണ്ടായിരുന്നു, അതും അഴുകിപ്പോയി. ഇനി അത് ഉപയോഗിക്കാനായിട്ട് കൊള്ളത്തില്ല കേട്ടോ. പിന്നെ ഞാൻ മൺചട്ടി മയക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തേയിലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. സാധാരണ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത്രത്തോളം നമ്മൾ പറ്റിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്തിടും. ഇതിനിടയിൽ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തേങ്ങ പൊട്ടിക്കലും ചിരകലുമാണ്. അപ്പോൾ തേങ്ങ ചിരകുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ചിരകി ഞാൻ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആമിക്ക് എന്തായാലും സ്കൂളിൽ പോകണ്ടല്ലോ. സാധാരണ ഇതൊക്കെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ ചെയ്ത് വെച്ചേക്കും. എപ്പോഴും തേങ്ങ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. ഒരു എയർ ടൈറ്റ് ബോക്സിനകത്താക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കിയപ്പോഴത്തേന് ആമി ഇവിടെ ഭയങ്കരമായിട്ട് കളിയാണ്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കുമല്ലേ, അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുക്കിങ്ങിലാണ് ആൾ. അപ്പോൾ ജസ്റ്റ് ഞാൻ വന്നൊന്ന് ചുമ്മാതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചതിന് ശേഷമാണ് അവളെ ഒന്ന് പോയി നോക്കിയത്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിപ്പോൾ എടുത്തു. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്, അതും കൂടി ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ചിരകിയ തേങ്ങ വെക്കാനായിട്ട് വന്നപ്പോഴത്തേനാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി തേങ്ങ ഇരിക്കുന്നത് കണ്ടു. പിന്നെ അതും കൂടി ഒന്ന് ചിരകി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് തേങ്ങയുടെ ആവശ്യം എന്ന് പറയുന്നത് ചമ്മന്തിക്ക് വേണം. പിന്നെ ബീട്രൂട്ട് തോരനാണ് വെക്കാനായിട്ട് പോകുന്നത്. ഉണക്കച്ചെമ്മീൻ കറിയും കൂടെ വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന ചമ്മന്തി വെള്ളച്ചമ്മന്തിയാണ്. കുറച്ച് പൊട്ടുകടലയും കുറച്ച് 3-4 ചെറിയ ഉള്ളിയും ഒരു നല്ല എരിവുള്ള പച്ചമുളകും തേങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം അതിലേക്ക് കടുക് താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചമ്മന്തി എത്ര ആളുണ്ടെന്നനുസരിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കടുകൊക്കെ താളിച്ചതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആമി എഴുന്നേറ്റിട്ട് വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആമിക്ക് പല്ലൊക്കെ തേച്ച് റെഡിയായി ഇരിക്കുകയാണ്. ഹസ്ബൻഡും ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ആകുമ്പോഴത്തേനാണ് അവരൊക്കെ കഴിക്കാനായിട്ട് വരുള്ളൂ. 10 മണിയോളം ആവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നും രാവിലെ കഴിക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ എല്ലാവരും കൂടി വന്നിട്ട് കഴിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേനും ഒരുപാട് ലേറ്റാവും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഉണക്കച്ചെമ്മീനെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ഇട്ട് പൊടിച്ചേക്കുന്ന മുളക് പൊടിയാണ്. അപ്പോൾ കളറും കാണും, നന്നായിട്ട് എരിവും കാണും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണക്കച്ചെമ്മീൻ കറിയും അതുപോലെ തന്നെ മീൻ കറിയൊക്കെ വെക്കുന്നത്. പിന്നെ ഇന്ന് മാങ്ങ ഇട്ടിട്ടുള്ള ചെമ്മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയുടെ പകുതി പോർഷനോളം കട്ട് ചെയ്തെടുത്തു. പിന്നെ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ശരിക്കും ഞാൻ ഇപ്പോഴേ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ പുളിയും ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം, കാരണം നമ്മൾ മാങ്ങ ഒത്തിരി ഇട്ടേക്കുമല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം
കൈയോടെ തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. പിന്നീടായാൽ നമ്മൾ ഓരോ തവണയും അഴുക്കാക്കിയിട്ടുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നു. അപ്പോഴേക്കും ഇതുപോലെ നമുക്ക് കരിക്കൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്തത്. നല്ല ചൂടാണല്ലോ, അപ്പോൾ മാക്സിമം കരിക്ക് കുടിക്കുന്നത് നല്ലതാണ് ഈ ഒരു ടൈമിൽ. പിന്നെ ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ എനിക്കൊരു പണിയും കിട്ടി. നമ്മുടെ ചോപ്പറാണെന്നുണ്ടെങ്കിൽ കേടായി പോവാണ് ചെയ്തത്. അതിൻ്റെ ഒരു നൂലിങ്ങനെ കട്ട് ചെയ്ത് വന്നു. അപ്പോൾ കുറേ നാളായതാണ്. ഞാൻ 1 വർഷം മുന്നേ നമ്മുടെ ഓൺലൈനിൽ മേടിച്ച സാധനമാണിത്. മാത്രമല്ല ഞാൻ ബീട്രൂട്ട് ഇട്ടപ്പോഴത്തേനും അളവും കൂടിപ്പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടി ഇടയ്ക്ക് ഞാനത് നോക്കുന്നുണ്ട്. ശരിക്കും രാവിലെ പെട്ടെന്ന് പണി തീർക്കാനാണ് ഞാൻ ഈ ചോപ്പർ എടുത്തത്. പക്ഷേ എനിക്ക് പണി കിട്ടിയതുകൊണ്ട് പിന്നീട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറേ സമയം പോയി. ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഇത് ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കടുക് താളിച്ച് ഒരു ചെറിയ സവോളയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് ബീട്രൂട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കരിക്കൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ നിൽക്കാനും പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിയർത്ത് ഒഴുകുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ സ്ക്വാഷോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കുടിക്കും. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടാന്ന് പറഞ്ഞു, പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് കരിക്ക് കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളോട് കുടിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആമിക്കും കൊടുത്ത് ഞാനും കൂടി ഓരോ ഗ്ലാസ് വെച്ചൊന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം തുണികൾ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ആമിയുടെ സ്കൂളിലൊന്ന് പോകണമായിരുന്നു. അവർക്ക് യൂണിഫോമിൻ്റെ അളവെടുക്കാനായിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് തുണികൾ വിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലേ എന്തുമാത്രം വെയിലാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനുള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല, പുറത്തും നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. ചെടികളൊക്കെ പോയി കിടക്കുകയാണ്, എല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നറിയാം. ഇവിടെ പക്ഷേ കുറച്ചധികം ചൂട് കൂടുതലാണ്. നിങ്ങൾക്ക് സൂര്യൻ്റെ വെളിച്ചം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. അതിനുശേഷം ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ചോറ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, ബീട്രൂട്ട് തോരനും ഉണക്കച്ചെമ്മീൻ കറിയാണ്. പിന്നെ ഈ റൂം ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ ബെഡൊക്കെ തൽക്കാലം എടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. തുണികളെല്ലാം മടക്കി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.